നമസ്കാരം. പ്രധാന വാർത്തകൾ. ആനന്ദ് അംബാനിയും രാധിക മെർച്ചന്റും വിവാഹിതരായി. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകൻ ആനന്ദ് അംബാനിയും വ്യവസായി വീരേൻ മെർച്ചന്റിന്റെയും ഷൈല മെർച്ചന്റിന്റെയും മകൾ രാധിക മെർച്ചന്റും വിവാഹിതരായി. മാസങ്ങൾ നീണ്ടുനിന്ന ആഘോഷങ്ങൾക്കൊടുവിൽ BKC ജിയോ വേൾഡ് സെന്ററിൽ വെച്ചാണ് വെള്ളിയാഴ്ച ആഡംബര വിവാഹം നടന്നത്. രാവിലെ പൂജയോടെയാണ് വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചത്. കുടുംബാംഗങ്ങളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു പൂജ. തുടർന്ന് രാത്രിയായിരുന്നു വിവാഹം. കേന്ദ്രമന്ത്രിമാരും ഹോളിവുഡ്, ബോളിവുഡ് താരനിരയും ചടങ്ങുകളിൽ പങ്കെടുത്തു. ശക്തമായ മഴ. കണ്ണൂരിൽ ഇടിമിന്നലേറ്റ് വീട്ടിലെ മെയിൻ സ്വിച്ച് പൊട്ടിത്തെറിച്ചു. കണ്ണൂർ മട്ടന്നൂരിൽ ഇടിമിന്നലേറ്റ് വീടിന് കേടുപാട് സംഭവിച്ചു. വീടിന് പുറത്തെ മെയിൻ സ്വിച്ച് ഇടിമിന്നലേറ്റ് കത്തി പൊട്ടിത്തെറിച്ച അപകടമുണ്ടായി. ഇടിമിന്നലിൽ കിണറിന്റെ ആൾമറ ഭിത്തിക്കും വിള്ളലുണ്ടായിട്ടുണ്ട്. മട്ടന്നൂർ കാനാട് സ്വദേശി രാജീവിന്റെ വീട്ടിലാണ് ഇടിമിന്നലേറ്റ് നാശനഷ്ടമുണ്ടായത്. അപകടത്തിൽ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല. ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. മലപ്പുറത്ത് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. മലപ്പുറം മുണ്ടുപറമ്പിലാണ് അപകടം നടന്നത്. വളമംഗലം സ്വദേശി പുത്തൻപുരയ്ക്കൽ ശ്രീധരന്റെ കാറാണ് കത്തിയത്. കാറിന്റെ ഉൾഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണച്ചു. അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഗവർണറെ മറികടന്ന് സർക്കാരിന്റെ നീക്കം. കേരള സാങ്കേതിക സർവകലാശാലയിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. ഗവർണറുമായി തുറന്ന പോരിനൊരുങ്ങി സർക്കാർ. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ VC നിയമനത്തിനായി സംസ്ഥാന സർക്കാർ സ്വന്തം നിലയ്ക്ക് 5-അംഗ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കി. ഇതിൽ ഗവർണറുടെ പ്രതിനിധിയെ ഉൾപ്പെടുത്തിയിട്ടില്ല. നേരത്തെ നിയമസഭ പാസാക്കുകയും രാഷ്ട്രപതി തള്ളുകയും ചെയ്ത സെർച്ച് കമ്മിറ്റി ബില്ലിലെ വ്യവസ്ഥ പ്രകാരമാണ് സർക്കാരിന്റെ നീക്കം. 5-അംഗ കമ്മിറ്റിയിൽ UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. KDU അടക്കം 6 സർവകലാശാല VC നിയമനത്തിന് ഗവർണർ അടുത്തിടെ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. കണ്ടെയ്നറുകൾ ഇറക്കാൻ സമയം വേണം. സാൻ ഫെർണാണ്ടോയുടെ മടക്കയാത്ര വൈകും. വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യമായി എത്തിയ കണ്ടെയ്നർ കപ്പലായ സാൻ ഫെർണാണ്ടോയുടെ മടക്കയാത്ര വൈകുമെന്ന് റിപ്പോർട്ട്. ഇന്ന് തിരിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ മടക്കം മറ്റന്നാളായിരിക്കും. കണ്ടെയ്നറുകൾ ഇറക്കുന്നത് വൈകുന്നതാണ് മടക്കയാത്ര വൈകാൻ കാരണം. ചൈനയിൽ നിന്നെത്തിയ കപ്പൽ കൊളംബിയയിലേക്കാണ് തിരിച്ചു പോവുക.